നമസ്കാരം, KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ബിബിൻ ആയിരപ്രയിൽ. പ്രധാന വാർത്തകൾ. പുകയിലയിൽ കുടുങ്ങുന്ന ബാല്യ കൗമാരങ്ങൾ. നെടുമുടി പോലീസ് നടത്തിയ റെയ്ഡിൽ വിദ്യാലയ പരിസരത്തു നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. സംസ്ഥാനത്താകമാനം ഭക്ഷ്യവിഷബാധകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്കു നൽകുന്ന ഉച്ചഭക്ഷണവും കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കണം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചെത്തുതൊഴിലാളി വ്യവസായ ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ വെൽഫെയർ ഓഫീസ് ഉപരോധിച്ചു. വാർത്തകൾ വിശദമായി. വിദ്യാലയ പരിസരങ്ങളിൽ നിരോധിത പാൻ മസാലകളുടെയും പുകയില ഉൽപ്പന്നങ്ങളുടെയും വിൽപ്പന വ്യാപകമായതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന കർശനമാക്കുമെന്ന് നെടുമുടി SI ഗോപാലകൃഷ്ണൻ. നെടുമുടി കൊട്ടാരം സ്കൂളിന്റെ പരിസരത്തു നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയതുമായി ബന്ധപ്പെട്ട് KCV വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധ്യയന വർഷാരംഭത്തിൽ തന്നെ പരിശോധന കർശനമാക്കിയിരുന്നു. നിരവധി പേർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ ജാമ്യം ലഭിക്കുന്ന പ്രതികൾ വീണ്ടും ഇത് ആവർത്തിച്ചു വരുന്നതായും SI പറഞ്ഞു. ഇതിപ്പോ ഇത് കൊണ്ടുവരുന്ന ആൾക്കാരോട് നമ്മള് ഇതിപ്പോ ഒരു സ്ത്രീയാണ് കച്ചവടം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ആരും ഒരാൾ ബൈക്കെ കൊണ്ട് തന്നിട്ട് പോകുന്നു, അറിയാൻ വയ്യ, അന്നേരം പൈസ കൊടുക്കുന്നതാണ്. ഈ വരുന്ന ആളുകളോട് അഡ്രസ്സും ഒന്നും പറയാറില്ല. വന്ന് അവരോട് ചോദിക്കുന്നു, ഇതിങ്ങനെ സാധനമുണ്ട്, അപ്പം പൈസ കൊടുക്കുന്നു, പോകുന്നു. ഇത് എവിടെ നിന്ന് വരുന്നെന്ന് പറഞ്ഞവർ പറയത്തുള്ളൂ. ഞാൻ മനുഷ്യൻ 3 കേസുകൾ പിടിച്ചു. അപ്പൊ ഈ ആദ്യം പിടിച്ച കേസിനകത്ത് ആലപ്പുഴ എന്ന് പറയുന്നെങ്കിൽ ആലപ്പുഴ എവിടുന്ന് അതും പറയത്തില്ല. ഇത് ഒരാള് ഏതോ ഒരു പയ്യൻ കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ് പറയുന്നത്. അപ്പൊ ഈ പയ്യനാരെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ വ്യാപകമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ആലപ്പുഴയിൽ നിന്നാണ് കൃത്യമായിട്ട് പറയുന്നുമില്ല. ഇപ്പം കഴിഞ്ഞ സ്കൂൾ തുറന്നപ്പോൾ തന്നെ ഞങ്ങൾ 1-2 സ്കൂളിൽ നമ്മൾ ചെമ്പക്കുളത്തൊക്കെ അതിനെ കുറിച്ചൊരു ക്ലാസ് നടത്തി. ഇപ്പം ബാക്കിയുള്ള സ്കൂളിൽ ഞങ്ങൾ പോകുന്നുണ്ട്. സ്കൂൾ പരിസരത്തും മറ്റുള്ള ഈ പ്രദേശങ്ങളിലുള്ള ലഹരി വസ്തുക്കൾ ഏത് ഇതിനെയും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നമ്മൾ ശരിയായ രീതിയിൽ സ്കൂൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് പിടിച്ചു കഴിയുമ്പോൾ ഇത് ബേയബിളാണ്, സെക്ഷൻ എടുക്കുന്ന കേസാണ്. അപ്പൊ അത് പെട്ടെന്ന് ജാമ്യം കിട്ടുന്നുണ്ടായിരിക്കും അവർ വീണ്ടും തോന്നുന്നത്. അപ്പൊ ഇതിനൊരു പുതിയ നിയമം വല്ലതും വന്നാൽ സെക്ഷൻ വല്ലതും വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പൊതുവെ ഇപ്പം മാക്സിമം നമ്മൾ പിടിക്കുന്നുണ്ട്. ഇത് ബേയബിളായതുകൊണ്ടാണ് ഇപ്പൊ കൂടുതൽ പിന്നെ ചെയ്യുന്നത്. വലിയ ലാഭം 5 രൂപയ്ക്ക് കിട്ടുന്ന സാധനം 20 രൂപ 30 രൂപയ്ക്ക് കൊടുക്കും. ഇതിപ്പോ കൊട്ടാര സ്കൂളിന്റെ പടിഞ്ഞാറത്തെ ഒരു സ്ത്രീയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പല വർഷം പോയിട്ടും കിട്ടിയില്ല. അവസാനം അത് വളരെ നമ്മൾ രഹസ്യമായിട്ട് നീക്കം നടത്തിയാൽ ഇപ്പോൾ കിട്ടിയത്. ഇനിയിപ്പോ അത് പ്രത്യേകിച്ച് സ്കൂളിലെ പിള്ളേർ ഇത് ഈ ഇന്റർവൽ സമയത്തൊക്കെ വന്ന് കഴിക്കാമെന്നൊക്കെ വിവരം കിട്ടിയായിരുന്നു. ആ സമയമൊക്കെ നമ്മൾ പിടിച്ചതാണ്. പോലീസിന്റെയും എക്സൈസിന്റെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ബോധവൽക്കരണ സെമിനാറുകൾ സ്കൂളുകളിൽ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നെടുമുടി NS സ്കൂളിന്റെ പരിസരത്ത് കടകളിൽ നടത്തിയ റെയ്ഡിൽ 150ഓളം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. 56 വയസ്സുള്ള ജഗദമ്മ എന്ന സ്ത്രീയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരായ SI ഗോപാലകൃഷ്ണൻ, പോപ്പച്ചൻ, ജോൺ പോൾ, ജോമോൻ, വനിതാ പോലീസ് സുനിത കുമാരി എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. സംസ്ഥാനത്തെ സ്കൂളുകളിലും അംഗൻവാടികളിലും നടപ്പാക്കി വരുന്ന ഉച്ചഭക്ഷണ പദ്ധതിയിൽ സാമൂഹിക മേൽനോട്ടം ആവശ്യമാണ്. സ്കൂൾ കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ പരിപാടി വെറും വിശപ്പടക്കലോ കുട്ടികളെ സ്കൂളിലേക്ക് ആകർഷിക്കുന്നതോ അല്ല. വലിയൊരു സാമൂഹിക ക്ഷേമ പരിപാടിയാണിത്. ഇപ്പോഴും ഇന്ത്യയിൽ ജാതിമത വരമ്പുകളിൽ ഭിന്നിച്ച് അകന്നു നിൽക്കുന്ന സമൂഹത്തിൽ പുതിയ തലമുറയെ ഒരേ പന്തിയിൽ തൊട്ടുരുമിയിരുത്തി ഭക്ഷണം കഴിപ്പിക്കുന്ന ഒരു വലിയ സാമുദായിക മൈത്രി കൂടിയാണിത്. നേരത്തെ ഈ പദ്ധതി വിഭാവനം ചെയ്തത് രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ ചേർന്ന് നടപ്പാക്കേണ്ട ഒന്നായാണ്. എന്തുകൊണ്ടോ പരിപാടി നടപ്പായപ്പോൾ ആ സാമൂഹിക നന്മ അതിൽ കണ്ടില്ല. അധ്യാപകരും രക്ഷിതാക്കളും കൂടി ഉൾപ്പെട്ടാണ് ഉച്ചഭക്ഷണം നൽകുന്നതെങ്കിൽ വിഷബാധയ്ക്കും വൃത്തിഹീനതയ്ക്കുമുള്ള അവസരം കുറയും. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിലാണ് മധ്യപ്രദേശിലെ ചാപ്രയിൽ ഒരു സ്കൂളിലെ 27 കുട്ടികൾക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായതും മരണപ്പെട്ടതും. ഇത് മുന്നിൽ കണ്ട നമ്മുടെ സ്കൂളുകളിലും വിതരണം ചെയ്യുന്ന ഭക്ഷണത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ ബന്ധപ്പെട്ടവരുടെ പരിശോധനയും കർശനമാക്കണം. ഭക്ഷണത്തിനായി തിരഞ്ഞെടുക്കുന്ന ധാന്യവും ജലവും ഗുണനിലവാരമുള്ളതാണോ എന്ന് അധ്യാപകരും രക്ഷിതാക്കളും ജനപ്രതിനിധികളും ഉറപ്പുവരുത്തുകയും വേണം. ഉച്ചഭക്ഷണ പരിപാടിയുടെ നടത്തിപ്പ് കാര്യക്ഷമമല്ലെന്ന പരാതികളും ഉയരുന്നുണ്ട്. ഇതിനും പരിഹാരം കാണണം.
മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലെടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കുക, കള്ളുചെത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആലപ്പുഴ ജില്ലാ വെൽഫെയർ ഫണ്ട് ഓഫീസ് ഉപരോധിച്ചു. കള്ളുചെത്തൊഴിലാളി വ്യവസായ ഫെഡറേഷൻ CITU ആലപ്പുഴ ജില്ലാ നേതൃത്വത്തിലാണ് ഉപരോധ സമരം സംഘടിപ്പിച്ചത്. പുന്നപ്ര വയലാർ സ്മാരക മന്ദിരത്തിൽ നിന്നും മാർച്ച് ആരംഭിച്ചു. തുടർന്ന് നടന്ന ധർണ CITU ജില്ലാ പ്രസിഡന്റ് K. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പാവപ്പെട്ട ചെത്തൊഴിലാളികളുടെയും മധ്യവ്യവസായ തൊഴിലാളികളുടെയും പണമെടുത്ത് ദുർവിനിയോഗ ജീവൻ കേരളത്തിലെ സർക്കാർ തയ്യാറാകുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള ഒരു സമരമാണിത്. കേരളത്തിലെ ഗവൺമെന്റിന്റെ ഖജനാവിൽ പൈസ ഇല്ലെങ്കിൽ ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ വിയർപ്പിന്റെ വില എടുത്തു കൊണ്ടുപോകേണ്ട കാര്യം വല്ലതുണ്ടോ? പാവപ്പെട്ട തൊഴിലാളികൾ ജോലി ചെയ്ത് അവരുടെ വിഹിതം അടച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്, സ്വരൂപിച്ചിട്ടുള്ളതാണ് ക്ഷേമനിധി എന്ന് പറയുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലും അപകടം സംഭവിച്ചാലും മറ്റുമൊക്കെ തന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള പണമാണത്. ചെത്തൊഴിലാളികളുടെയും പാവപ്പെട്ട തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പണമാണ്. കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ M. സുരേന്ദ്രൻ അധ്യക്ഷനായി. M. തങ്കപ്പൻ, KD മഹീന്ദ്രൻ, N. സോമൻ, KR പ്രസന്നൻ, ചന്ദ്രബാബു തുടങ്ങിയവർ സംസാരിച്ചു. സപ്ലൈകോ നെല്ല് ഏറ്റെടുത്ത 3 മാസം കഴിഞ്ഞിട്ടും തുക കർഷകർക്ക് വിതരണം ചെയ്യാത്തത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് കുട്ടനാട് മേഖലാ പ്രസിഡന്റ് ഔസേപ്പച്ചൻ ചെറുകാട്. നെല്ലുവില ലഭിക്കാത്തതിനാൽ കർഷകർ തീർത്തും ദുരിതത്തിലാണ്. മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരും അടിയന്തരമായി ഇടപെട്ട് നെല്ലുവില എത്രയും വേഗം കർഷകർക്ക് നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരാഴ്ചയ്ക്കുള്ളിൽ പണം കിട്ടിയില്ലെങ്കിൽ കളക്ടറേറ്റ് മാർച്ചും സെക്രട്ടേറിയറ്റ് ധർണയും അടക്കമുള്ള സമര പരിപാടികൾക്ക് രൂപം നൽകുമെന്നും ഔസേപ്പച്ചൻ ചെറുകാട് പറഞ്ഞു. മങ്കൊമ്പ് പാടി ഓഫീസിന് മുന്നിൽ നടന്ന കർഷക ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏകദേശം കുട്ടനാട്ടിലെയും അതുപോലെ തന്നെ കോട്ടയം ജില്ലയിലെയും അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലെയും നെൽകർഷകർ പണം ലഭിക്കാതെ ആകപ്പാടെ ബുദ്ധിമുട്ടില്ല. നമുക്കറിയാം, നെൽകർഷകരെ സംബന്ധിച്ചിടത്തോളം നെൽവില നൽകിക്കഴിഞ്ഞാൽ ഉടൻ പണം ലഭിക്കുമെന്നാണ് സപ്ലൈകോയും സർക്കാരും കർഷകരോട് പറയുന്നത്. പക്ഷേ 3 മാസം പിന്നിട്ടിട്ടും കൊടുത്ത നെല്ലിന്റെ പണം ലഭിക്കാതെ കർഷകർ അവരുടെ ആവശ്യങ്ങൾ നടപ്പാക്കാൻ പോലും ബുദ്ധിമുട്ടുകയാണ്. നെല്ലുവില കിട്ടാത്തതുകൊണ്ട് മക്കളുടെ വിവാഹ നിശ്ചയം പോലും മാറ്റിവെക്കേണ്ട സ്ഥിതി നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ 4% പലിശയ്ക്ക് കാർഷിക വായ്പ വാങ്ങിയിട്ട് അതിന് 12%-ആയി വർദ്ധിച്ചിരിക്കുകയാണ്. കാരണം ഇങ്ങനെയെല്ലാം ഭാരിച്ച ചെലവുകൾ കർഷകനെ ദിനംപ്രതി അവന്റെ മുകളിലേക്ക് എത്തിച്ചേരുകയാണ്. നമുക്കറിയാം, കോട്ടയം ജില്ലയിലെ നെൽകർഷകരുടെ പണം 1 മാസത്തിനുള്ളിൽ നൽകുവാനായിട്ട് ഇവിടുത്തെ സർക്കാർ തയ്യാറായെങ്കിൽ കുട്ടനാട്ടിലെ, അതായത് ആയിരക്കണക്കിന് ഹെക്ടറിൽ വരുന്ന കുട്ടനാട്ടിലെ പാടശേഖരങ്ങളെ കർഷകരോട് കാണിക്കുന്ന, അതായത് മോശമായിട്ടുള്ള ഒരു പ്രവണതയാണ് ഇവിടുത്തെ ഗവൺമെന്റ് തുടരുന്നതെങ്കിൽ ശക്തമായ തിരിച്ചടി ഇവിടുത്തെ കർഷകർ നൽകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കർഷക ഫോറം കൺവീനർ ജോസ് ചുങ്കപ്പുര അധ്യക്ഷനായി. നൈനാൻ തോമസ്, ബേബി പാറക്കാടൻ, ജോണിച്ചൻ മഞ്ഞളി, ജിമ്മിച്ചൻ നടുച്ചിറ, കുട്ടപ്പായി മുടന്താഞ്ഞിലി എന്നിവർ സംസാരിച്ചു. ചങ്ങനാശ്ശേരി നഗരസഭയ്ക്ക് മുമ്പിൽ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നു. ദിവസങ്ങളായി പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴായിട്ടും അധികാരികൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ചങ്ങനാശ്ശേരി നഗരസഭയ്ക്ക് മുൻവശത്ത് MC റോഡിലാണ് പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുന്നത്. ആഴ്ചകൾക്ക് മുമ്പ് ചില സ്വകാര്യ കമ്പനികളുടെ കേബിൾ സ്ഥാപിക്കുവാൻ വേണ്ടിയാണ് റോഡ് കുഴിച്ചത്. യന്ത്രം ഉപയോഗിച്ച് കുഴിച്ചപ്പോൾ പൊട്ടിയ പൈപ്പ് ലൈനുകൾ ആഴ്ചകൾ പിന്നിട്ടിട്ടും നന്നാക്കുവാൻ വാട്ടർ അതോറിറ്റി തയ്യാറായിട്ടില്ല. 1 മിനിറ്റിൽ 100 ലിറ്റർ വെച്ച ദിവസം 1,44,000 ലിറ്റർ വെള്ളം ദിവസം പാഴാകുന്നുണ്ട്. പെരുന്ന, ഇരൂപ്പ, ആരമലക്കുന്ന്, പായിപ്പാട്, തൃക്കുടിത്താനം, കുന്നുംപുറം, വേട്ടടി തുടങ്ങിയ പ്രദേശങ്ങളിൽ കടുത്ത ശുദ്ധജലക്ഷാമമാണ് നേരിടുന്നത്. അതേസമയം നഗരസഭാ അധികാരികളോ വാട്ടർ അതോറിറ്റിയോ ശുദ്ധജലം പാഴാകുന്നത് തടയുവാൻ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഒരു മാസം ഒരു പൈപ്പ് വെള്ളം കിട്ടുന്നില്ല. ഇപ്പൊ ഇവിടെ വഴി വന്നു കഴിഞ്ഞാൽ അങ്ങോട്ടും കടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഈ റോഡ് നടന്നു പോകുമ്പോൾ യാത്രക്കാർക്ക് പറ്റുന്നില്ല. ഇവിടെ മുനിസിപ്പൽ ഓഫീസിന് നേരെ ഫ്രണ്ടിൽ തന്നെയാണ് കൗൺസിലർമാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൺമുമ്പേ ഈ പരിപാടി നടക്കുന്നത്. അവരാരും കണ്ടത് നടിക്കുക. ഞങ്ങളിവിടെ മുനിസിപ്പൽ പൈപ്പ് വെള്ളം മാത്രം ഉപയോഗിച്ചിരിക്കുന്നതാണ്. ഞാൻ പെരുന്നാൾ താമസിക്കുന്നത്. പക്ഷെ പൈപ്പ് വെള്ളം കിട്ടാറില്ല, വെള്ളം കിട്ടുന്നുമില്ല. ഇവിടെ റോഡ് ഇറങ്ങി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. പക്ഷെ അത് ഞങ്ങൾക്ക് ഉപയോഗിക്കാനും പറ്റില്ല, കുടിക്കാനും പറ്റില്ല. ഇപ്പൊ വേണമെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ മീൻ വളർത്താൻ പറ്റും. അതിന് മാത്രമേ മുനിസിപ്പാലിറ്റിയിൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വിവേകാനന്ദ ചാരിറ്റബിൾ ട്രസ്റ്റ് എടത്തുവായുടെ നേതൃത്വത്തിൽ സൗജന്യ ഉച്ചഭക്ഷണ വിതരണം ആരംഭിച്ചു. ഇതിന്റെ പ്രാരംഭഘട്ടമെന്ന നിലയിൽ എടത്തുവ ഗവൺമെന്റ് ആശുപത്രിയിൽ രോഗികൾക്ക് ഭക്ഷണം വിതരണം ചെയ്തു. എല്ലാ ദിവസവും എടത്തുവ ഗവൺമെന്റ് ആശുപത്രിയിൽ ചികിത്സാർത്ഥം എത്തിച്ചേരുന്ന രോഗികൾക്കാണ് ഉച്ചഭക്ഷണം വിതരണം ചെയ്തുകൊണ്ട് വിവേകാനന്ദ ചാരിറ്റബിൾ ട്രസ്റ്റ് മാതൃകയാകുന്നത്. ഒരു കൂട്ടം യുവാക്കളുടെ അശ്രാന്ത പരിശ്രമഫലമായാണ് ഈ സന്നദ്ധ സംഘടന രൂപം കൊണ്ടതും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ കഴിഞ്ഞതും.
ഉച്ചഭക്ഷണ വിതരണത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം പകൽ 12-ന് സെന്റ് ജോർജ് ഫൊറോന പള്ളി വികാരി ഫാദർ ജോർജ് പഴയപുര നിർവഹിച്ചു. മുന്നോട്ട് വന്നതിന് ഞാൻ അവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. നമുക്ക് അവരെ ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിക്കും. കാരണം ഇത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എല്ലാ ദിവസവും ഇത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. ഭക്ഷണ സാധനങ്ങൾ അരിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ലഭിക്കണം. അത് കൃത്യസമയത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പക്ഷേ അതിന് തയ്യാറായി തന്നെ അടുത്തുകൂടി കടന്നു വന്നിരിക്കുകയാണ്. നല്ലവരായ നാട്ടുകാർ, ഇവിടെയുള്ള കച്ചവടക്കാരും പല വിധത്തിൽ പല രീതിയിലും ഇവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് സാധിക്കും. അത് ഈ അടുത്തുവായിട്ട് ചെയ്യുന്ന, പ്രത്യേകിച്ച് അടുത്തുവായിട്ട് ഗവൺമെന്റ് ആശുപത്രി വരുന്ന രോഗികൾ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വളരെ ബുദ്ധിമുട്ടുള്ള രോഗികളായിരിക്കും വരുന്നത്. അപ്പോൾ അവരുടെ ആ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അവർ മുന്നോട്ട് ഇറങ്ങി വന്നപ്പോൾ എല്ലാ വിധത്തിലും അവരെ പ്രോത്സാഹിപ്പിക്കാം. ചെയ്യാവുന്ന സഹായങ്ങൾ പണമായിട്ടോ സാധനങ്ങളായിട്ടോ ഒക്കെ നൽകിക്കൊണ്ട് അവരെ സഹായിക്കാനായിട്ട് സന്മനസ്സുള്ളവർ ധാരാളം പേര് അടുത്തുവാനുണ്ട്. അവർക്കതിന് സാധിക്കട്ടെ. നിന്നെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നുള്ളത് സാമുദ്രികമായി അംഗീകരിക്കപ്പെടുന്ന യേശുക്രിസ്തുവിന്റെ വചനങ്ങളാണ്. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അയൽക്കാരനെ സ്നേഹിക്കുന്ന അതിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ജീവിക്കുന്ന ഒരു മാതൃകയാണ് ഈ രോഗികളായ പൂർത്തി ഭക്ഷണം കൊടുക്കുന്നത്. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോൻസി സോണി അധ്യക്ഷയായി. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PS മുരളീധരൻ ബോധവൽക്കരണ സന്ദേശം നൽകി. റാംസെ ജേറ്റി, പോളി തോമസ്, സുരേഷ് തട്ടങ്ങാട്, K സതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് മങ്ങുമ്പ് പാടി ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിക്കുന്നു. കേരള നെൽകർഷക യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച രാവിലെ 10-നാണ് സമരം സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ജില്ലാ പ്രസിഡന്റ് ജോസി കുര്യൻ അറിയിച്ചു. ഇനിയൊരു ഇടവേള. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നേവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BAS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. മാത്രമല്ല 916 BAS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. ചമ്പക്കുളം പോരുക്കര കോളേജ് ഓഫ് എഡ്യൂക്കേഷന്റെ നേതൃത്വത്തിൽ ഗണിതശാസ്ത്ര ബിരുദധാരികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. ചൊവ്വാഴ്ച രാവിലെ 10-ന് കോളേജ് ഓഡിറ്റോറിയത്തിലാണ് മത്സരം. മത്സരാർത്ഥികൾ 100 രൂപ രജിസ്ട്രേഷൻ ഫീസ് സഹിതം 9:30-ന് പേര് രജിസ്റ്റർ ചെയ്യണം. വെളിയനാട് പുളിഞ്ചിയോട് ജംഗ്ഷന് സമീപം അനധികൃതമായി നിലം നികത്തുന്നതായി പരാതി. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട നിലമാണ് നികത്താൻ ശ്രമിക്കുന്നതെന്ന് ആരോപിച്ച് മണ്ണുമായി വന്ന ലോറി BJP പ്രവർത്തകർ തടഞ്ഞു. വെളിയനാട് പഞ്ചായത്ത് 9-ാം വാർഡിൽ സുരേഷ് കുമാറിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് നിലം.
ഇത് ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട നിലമാണെന്ന് BJP ആരോപിക്കുന്നു. അതേസമയം വീട് വയ്ക്കാനായി നിലം നികത്താൻ താൻ മുൻകൂട്ടി അനുമതി വാങ്ങിയിരുന്നതായി ഉടമസ്ഥൻ പറഞ്ഞു. നെല്ല് സംഭരണ തുക ലഭിക്കാത്ത കർഷകർക്ക് സപ്ലൈകോ മുഖാന്തരം കാനറ ബാങ്കിൽ നിന്നും ലോൺ നൽകുന്നു. ഇതിനായി കാനറ ബാങ്ക് പ്രതിനിധികൾ ഈ മാസം 21 വരെ അപേക്ഷകൾ സ്വീകരിക്കുവാൻ മങ്കൊമ്പ് പാടി ഓഫീസിലുണ്ടാകും. വായ്പ ആവശ്യമുള്ള കർഷകർ PRS, തിരിച്ചറിയൽ കാർഡ്, റേഷൻ കാർഡ് എന്നിവയുടെ പകർപ്പും 2 ഫോട്ടോയും സഹിതം മങ്കൊമ്പ് പാടി മാർക്കറ്റിംഗ് ഓഫീസിൽ എത്തിച്ചേരണമെന്ന് ഓഫീസർ അറിയിച്ചു. എടത്തുവ ചന്തയിൽ നിന്നും അംഗനവാടിയിലേക്കും അക്ഷയ കേന്ദ്രത്തിലേക്കും പോകുന്ന വഴിയിലെ കാന കവിഞ്ഞ് ദുർഗന്ധം പരത്തിയിട്ടും പഞ്ചായത്തിന് അനക്കമില്ലെന്ന് ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോൻസി സോണി. പ്രദേശവാസികളും ജനപ്രതിനിധികളും കാന പൊട്ടി ദുർഗന്ധം വമിക്കുന്നത് എടത്തുവ പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഫലമുണ്ടായില്ല. പ്രാദേശിക ശുചീകരണ പ്രവർത്തനം നടത്തേണ്ടത് അതത് പഞ്ചായത്തുകളായിരിക്കെ PWD വകയാണ് ഓടയെന്ന് പറഞ്ഞ് സെക്രട്ടറി കൈമലർത്തുകയാണ്. ചന്തയിലെ മാലിന്യവും മലിനജലവുമാണ് ഓടയിലെത്തുന്നത്. മഴക്കാലം എത്തിയതോടെ ചന്തയിലെത്തുന്നവർക്കും അംഗനവാടിയിലെത്തുന്നവർക്കും പൊതുജനങ്ങൾക്കും വഴി നടക്കാനാവാത്ത അവസ്ഥയാണെന്നും മോൻസി സോണി പറഞ്ഞു. അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു. എടത്തുവായിൽ KCV വാർത്തകളോട് സംസാരിക്കുകയായിരുന്നു അവർ. 20ഓളം വീട്ടുകാരാണ് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല ഏതാണ്ട് 10-15ഓളം കുട്ടികൾ താമസിക്കുന്ന അംഗനവാടി പ്രദേശത്തിലാണ്. ഈ കിടക്കുന്ന പരിസരം ഇത്രയും വൃത്തിഹീനമായിട്ട് കിടന്നിട്ടും PWDയുടേതാണെന്ന് പറഞ്ഞാണ് പഞ്ചായത്ത് ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് പഞ്ചായത്തിന്റെ കീഴിലാകുമ്പോൾ പഞ്ചായത്ത് അടിയന്തരമായിട്ട് സംസ്കരിക്കാനുള്ള ഒരു നടപടി എടുക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുന്നത്. തീരദേശ ജനതയ്ക്ക് നൽകിയ വാഗ്ദാനം പാലിക്കണമെന്നാവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പ്രവർത്തകർ കണ്ണു മൂടിക്കെട്ടി സമരം നടത്തി. ആലപ്പുഴ കളക്ടറേറ്റ് മുന്നിൽ നടന്ന സമരം കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി S. ഭാസ്കരപിള്ള ഉദ്ഘാടനം ചെയ്തു. എല്ലാ പ്രദേശത്തും കടൽ ചുറ്റി പരിപൂർണമായിട്ടും കെട്ടി കടലാക്രമണത്തിൽ നിന്നും തീരദേശവാസികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കേരള ഗവൺമെന്റ് എടുക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചിരുന്നു. ആലപ്പുഴയിലെ ജനങ്ങൾക്ക് വാക്ക് നൽകിയിരുന്നു. പക്ഷേ 1 വർഷം കഴിഞ്ഞിട്ടും കടലാക്രമണ ഭീതിയിലൂടെ ഇവിടുത്തെ തീരദേശവാസികൾ അന്ന് അനുഭവിച്ചുകൊണ്ടിരുന്നതിനേക്കാൾ കൂടുതൽ കഷ്ടങ്ങളും ദുരിതങ്ങളും ഇന്ന് അനുഭവിക്കുന്നതല്ലാതെ കടൽ ഭിത്തി കെട്ടുവാനോ അതിനുവേണ്ടി നടപടി എടുക്കാനോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കഴിയിട്ടില്ല എന്നുള്ള നഗ്നസത്യം ജനങ്ങളുടെ മുന്നിൽ പറയുവാൻ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. തീരദേശവാസികളെ രക്ഷിക്കുന്നതിന് വേണ്ടി കടൽ ഭിത്തി കെട്ടാമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് ജനങ്ങളോട് വിശദീകരിക്കുകയും. മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് M കൺവീനർ PJ ജയ്മോൻ അധ്യക്ഷനായി. VC ഫ്രാൻസിസ്, റോയി കോട്ടപ്പറമ്പ്, തോമസ് കളരിക്കൽ എന്നിവർ സംസാരിച്ചു. പുളിങ്കുന്ന് ജങ്കാർ കടവിന് സമീപത്തെ മെഡിക്കൽ സ്റ്റോറിൽ മോഷണം. പുളിങ്കുന്ന് ജോഷി മാത്യുവിന്റെ ഉടമസ്ഥതയിലുള്ള പരുത്തിക്കൽ മെഡിക്കൽ സ്റ്റോറിലാണ് ഞായറാഴ്ച വൈകിട്ട് മോഷണം നടന്നത്. ഞായറാഴ്ച വൈകിട്ട് 8 മണിവരെ മെഡിക്കൽ സ്റ്റോർ പ്രവർത്തിച്ചിരുന്നതായി ഉടമ ജോഷി മാത്യു പറഞ്ഞു. കടയുടെ താഴ് പൊളിച്ചു നീക്കിയാണ് മോഷ്ടാവ് കടയ്ക്കുള്ളിൽ പ്രവേശിച്ചത്. തിങ്കളാഴ്ച രാവിലെ കട തുറക്കുവാൻ വന്നപ്പോഴാണ് കടയുടെ പൂട്ട് തകർത്ത നിലയിൽ ജോഷിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കടയിലുണ്ടായിരുന്ന 3000 രൂപയും നിരവധി മരുന്നുകളും മോഷണം പോയി. പുളുങ്ങുന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഞാൻ രാവിലെ ഒരു 8:30 കഴിഞ്ഞപ്പം വന്ന് കട തുറക്കാൻ വന്നപ്പോൾ കാടില്ല. കടയ്ക്ക് കാടില്ലാതെ ഞാൻ ഷട്ടർ പൊക്കി നോക്കി ട്രോ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് മൊത്തം കുറച്ച് രൂപ ഒരു 3000 രൂപയുടെ താഴെ ഉണ്ടായിരുന്നു. അത് മോഷണം പോയിട്ട് പിന്നെ അകത്തെ ട്രോ എല്ലാം വലിച്ചു വാരിയിട്ടേക്ക്. മെഡിസിൻ എന്താണെന്നുള്ളത് നമ്മൾ നോക്കണം. ഇപ്പം വന്ന് പോലീസുകാർ വന്നു എല്ലാം എഴുതിയെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. SIയും എല്ലാവരും വന്നിരുന്നു. ചരമ വാർത്തകൾ. ചങ്ങങ്കരി ആശാമ്പറമ്പിൽ മറിയാമ്മ അഗസ്തി 74 വയസ്സ് നിര്യാതയായി. സംസ്കാരം ചൊവ്വാഴ്ച 10:30 എടത്തുവ സെന്റ് ജോർജ് ഫൊറോന ദേവാലയ സിമിത്തേരിയിൽ. വേഴപ്ര വില്ലുവിരുത്തിൽ ബ്രദർ VD വർക്കി SDB 85 വയസ്സ് കൊൽക്കത്തയിൽ നിര്യാതനായി. സംസ്കാരം ചൊവ്വാഴ്ച 2:30 കൊൽക്കത്ത അവർ ലേഡി ഓഫ് ബാൻഡൽ മൈനർ ബസിലിക്കയിൽ. ചമ്പക്കുളം അമിച്ചകരി മണത്തറ ജോസ് റോബിൻ 54 വയസ്സ് നിര്യാതനായി. സംസ്കാരം ചൊവ്വാഴ്ച 2 ചമ്പക്കുളം കല്ലൂർക്കാട് ഫൊറോന ദേവാലയ സിമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ വീണ്ടും. പുകയിലയിൽ കുടുങ്ങുന്ന ബാല്യ കൗമാരങ്ങൾ. നെടുമുടി പോലീസ് നടത്തിയ റെയ്ഡിൽ വിദ്യാലയ പരിസരത്തു നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. സംസ്ഥാനത്താകമാനം ഭക്ഷ്യവിഷബാധകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾക്കു നൽകുന്ന ഉച്ചഭക്ഷണവും കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കണം.
വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ചെത്തുതൊഴിലാളി വ്യവസായ ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ വെൽഫെയർ ഓഫീസ് ഉപരോധിച്ചു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.